ധന്യ, നിമിഷപ്രിയയുടെ മോചനം അത് ഏതാണ്ട് അടഞ്ഞ അധ്യായമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ തലാലിൻ്റെ കുടുംബം എടുക്കുന്ന നിലപാടായിരുന്നു ഈ കേസിൽ നിർണായകമായിരുന്നത്. അതെ. അവർ ഈ ബ്ലഡ് മണി അഥവാ ദയാധനം സ്വീകരിച്ച് നിമിഷപ്രിയയോട് മാപ്പ് നൽകിയാൽ മാത്രമാണ് ഈ കേസിൽ നിമിഷപ്രിയയ്ക്ക് ഇനി ഒരു രണ്ടാമതൊരു ചാൻസ് അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാവുക. പക്ഷേ ഇപ്പോൾ തലാലിൻ്റെ കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നു, നിമിഷപ്രിയയ്ക്കുള്ള ശിക്ഷ നടപ്പാക്കുക എന്നതല്ലാണ്ട് മറ്റൊരു സാധ്യതയെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന പോലുമില്ല. എന്തായിരിക്കും നിമിഷപ്രിയയുടെ ഭാവി? എന്താണ് നിമിഷപ്രിയയുടെ ഭാവി? തുലാസിൽ തന്നെയാണ്. നിമിഷപ്രിയ പുറത്തിറങ്ങാൻ സാധ്യതകൾ കുറവാണ് എന്നാണ് കുടുംബത്തിൻ്റെ, അതായത് തലാലിൻ്റെ സഹോദരൻ അബ്ദുൾ റഹീം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ തീർത്ത് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ബ്ലഡ് മണി വേണ്ട, ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും ഞങ്ങൾക്ക് താല്പര്യമില്ല, വധശിക്ഷയ്ക്കപ്പുറമുള്ള ഒന്നിനോടും ഞങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഇടപെടുന്നു, ഇപ്പോൾ മതപരമായി തന്നെ നമ്മുടെ കാന്തപുരം അടക്കമുള്ളവർ ഇടപെടുന്നു, എന്നിട്ട് പോലും ഇവർ ഈ മനസ്സലിയാതിരിക്കാൻ എന്താണ് കാരണം? ഇത് അത്രയ്ക്ക് വളരെ ക്രൂരമായൊരു കൊലപാതകമാണ് അവിടെ നടന്നത്. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തലാല് എത്ര വൃത്തികെട്ടവനും പിശാചും എങ്ങനെ ആയാലും അവരെ സംബന്ധിച്ചിടത്തോളം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്ന അബ്ദുൾ റഹീമിന്റെ സഹോദരനാണ്, ഒരു അമ്മയുടെ മകനാണ്, ഒരു ഭാര്യയുടെ ഭർത്താവാണ്, 2 കുഞ്ഞുങ്ങളുടെ അച്ഛനാണ്. അപ്പോൾ ആ ഒരാളെ കൊന്ന രീതി എന്ന് പറയുന്നത് വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി അവരുടെ ഇത് പ്രകാരം ശവശരീരത്തെ പോലും അപമാനിക്കുന്ന രീതിയിലാണ് കൊന്നത് എന്നാണ് അവർ പറയുന്നത്. സ്വാഭാവികമായും കൊലപാതകം ആരും അംഗീകരിക്കുന്ന കാര്യമല്ല. പ്രതിരോധത്തിന്റെ ഭാഗമായി കൊന്നു എന്നൊക്കെ പറഞ്ഞാലും കോടതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണോ ഈ കുത്തിവെച്ച് ഇങ്ങനെ കൊലപ്പെടുത്തിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിമിഷപ്രിയയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പറയുന്നത് കേട്ടു, നിങ്ങൾ മനസ്സിലുള്ള വിഷം മാറ്റിവെച്ചിട്ട് നിമിഷപ്രിയയ്ക്ക് വേണ്ടി 8 വർഷം അവർ ജയിലിൽ കിടന്ന് അനുഭവിച്ചില്ലേ, വധശിക്ഷ കാത്തു കിടക്കുകയല്ലേ 8 വർഷം കൊണ്ട്, അതിലപ്പുറം പിന്നെ ഇനി എന്ത് ശിക്ഷയാണ് അവർ അനുഭവിക്കേണ്ടത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ അത് ഞാൻ പറയും അത് അത്രയും ബുദ്ധിശൂന്യമായ വാക്കുകളാണെന്ന് ഞാൻ പറയും. കാരണം ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് എന്തിന്റെ പേരിലാണെങ്കിലും കൊലപാതകം ശരിയല്ലാത്ത കാര്യം തന്നെയാണ്. ഇപ്പോൾ യമൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആ രാജ്യത്തെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിട്ടായിരിക്കണമല്ലോ ഇവർ അവിടെ പോകുന്നത്. അല്ലാതെ അറിയാതെ എന്തായാലും ഇപ്പോൾ ദുബായിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളിലെ നിയമങ്ങൾ ഇങ്ങനെയാണ് എന്ന് ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാം. അവിടെ ബലാത്സംഗം ചെയ്താൽ ലിംഗം വരെ പരസ്യമായി ഛേദിക്കുന്ന രാജ്യങ്ങളാണ് ഈ മുസ്ലിം രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ നിയമങ്ങളും അത്ര കർക്കശമായിരിക്കും എന്നുള്ളതാണ്. അവർക്ക് കൊലപാതകം, ബലാത്സംഗം എന്നൊക്കെ പറയുന്നത് വളരെ കുറ്റകൃത്യം നിറഞ്ഞ ശിക്ഷാ നടപടികളാണ് അവർ കൊടുക്കുന്നത്. നിമിഷപ്രിയ നമ്മുടെ സഹോദരിയാണ്, അവർ രക്ഷപ്പെട്ട് വരണം. പക്ഷേ മറുഭാഗവും കൂടി നമ്മൾ ചിന്തിക്കണ്ടേ? നമ്മുടെ സഹോദരി രക്ഷപ്പെട്ട് വരുമ്പോൾ അപ്പുറത്ത് ഉണ്ടായ നഷ്ടം അതുകൂടി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ ജയിലിൽ കിടക്കുന്നവർ, ഇവിടെ ജീവപര്യന്ത വധശിക്ഷയ്ക്ക് വിധിക്കുന്നവർ, അവരൊക്കെ 15, 14 ഷെറിൻ കാരണവർ വധക്കേസിലെ ഷെറിൻ പുറത്തിറങ്ങിയപ്പോൾ എന്തിനാണ് നമ്മൾ ഇത്രത്തോളം വാർത്തകൾ നൽകിയത്? ഷെറിന് വഴിവിട്ട ബന്ധങ്ങളുണ്ട്, പിന്നെ ജയിലിൽ ലിപ്സ്റ്റിക്ക്, ഡോവ് സോപ്പടക്കം ഷെറിൻ ഉപയോഗിക്കുന്നു, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വാർത്തകൾ ബ്രേക്കിംഗ് ചെയ്താലാണ്. ഷെറിനും നമ്മുടെ സഹോദരിയാണ്, ഷെറിനും ഒരു സ്ത്രീയാണ്, അവരും ചിലപ്പോൾ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അയാളെ കൊന്നത്, അല്ലെങ്കിൽ അവരെ ലൈംഗികമായി മറ്റേതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചത് കൊണ്ടായിരിക്കും അയാളെ തീർത്തത്. അങ്ങനെയൊക്കെ നമുക്ക് പറയാമല്ലോ. ഇതില് ഈ തലാലിന്റെ കാര്യത്തിൽ മറ്റൊരു വാദം കൂടിയുണ്ട്. അതായത് തലാലിനെ നിമിഷപ്രിയ അവിടെ വിവാഹം കഴിച്ചു. അതെ, അവര് തമ്മിൽ ഒരു സൗഹൃദ ജീവിതമായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാര്യം ഈ തലാല് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്, നിമിഷപ്രിയയോടൊപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നീട് എപ്പോഴാണ് ഇവർ തമ്മിൽ തെറ്റിയത് എന്നുള്ളതിനെ കുറിച്ചാണ് അറിയാത്ത ഇതിനെ സംബന്ധിച്ചൊരു വാദം വന്നത് ഇങ്ങനെയാണ്. ഒരു വധശിക്ഷ, ഒരു കൊലപാതകം നടത്തിയ ആൾക്ക് ഉള്ള പരമാവധി ശിക്ഷ, അതാണ് നാടിൻ്റെ ശിക്ഷ. അതാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അമേരിക്കയിൽ അനധികൃതമായി കുടിയേറി പാർത്തവരെ അവിടെ കൈകാൽ ബന്ധിച്ച് ഇങ്ങോട്ട് വിമാനത്തിൽ കയറ്റി വിട്ടപ്പോൾ ഒരുപാട് വിമർശനം വന്നിരുന്നു. പക്ഷെ അവിടുത്തെ നിയമം അതാണ്, അവിടെ അനധികൃതമായി താമസിക്കുന്നവരെ ആ രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അതങ്ങനെ പാടില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അതേപോലെ യമൻ എന്ന് പറയുന്ന രാജ്യത്ത് അവിടെ ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകം ചെയ്താൽ വധശിക്ഷയാണ് അവിടുത്തെ നിയമം. അത് ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ടതാണ്. അവിടെ നമുക്ക് ഇരുന്നുകൊണ്ട് ഇങ്ങനെ അവരുടെ ഒരു ദയവിന് വേണ്ടി യാചിക്കാം എന്നതിനപ്പുറം അതിൽ നമ്മളൊരു നിർബന്ധ ബുദ്ധി എത്രത്തോളം സാധ്യത എന്നറിയില്ല. മറ്റൊരു സംഗതി കൂടിയുണ്ട്.
ഒരു കൊലപാതക കുറ്റം ചെയ്തയാളെ അവരെ നിരപരാധി എന്ന് കണ്ടല്ലെങ്കിൽ അവരുടെ കുറ്റം ക്ഷമിച്ചു കൊടുത്ത് മോചിപ്പിക്കണം എന്ന് നമ്മൾ വാദിക്കുന്നത് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. അതായത് കൊലപാതകം ചെയ്താൽ ഇത്തരത്തിൽ ശിക്ഷാ ഇളവുകൾ കിട്ടി മോചിപ്പിക്കപ്പെടും എന്ന തരത്തിലൊരു മോശം സന്ദേശം അതിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ കഷായം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു. അവര് പിന്നെ സുപ്രീം കോടതിയൊക്കെ സമീപിക്കുമെന്നാണ് കേൾക്കുന്നത്. ഹൈക്കോടതിയൊക്കെ സമീപിക്കും. എങ്കിലും അവർക്ക് വധശിക്ഷ വെച്ചു. ഇവിടുത്തെ മാധ്യമങ്ങൾ എടുത്തിട്ട് ആഘോഷിച്ചു. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കിട്ടാനുള്ള സാധ്യത ഇല്ല. കാരണം പ്രായം ഒരു ഘടകമാണ്. പ്രായം ഒരു ഘടകം എന്നതിനപ്പുറം നമ്മൾ ആ പെൺകുട്ടിയെ നമ്മൾ കഷായം ഗ്രീഷ്മ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. ഈ പറയുന്നവർ കഷായം ഗ്രീഷ്മയ്ക്ക് കൂടി വേണ്ടി ഇറങ്ങണം. കാരണം അവരും പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം ചെയ്തതെന്നാണ് പറയുന്നത്. കാരണം അവളുടെ നഗ്ന വീഡിയോസ് ഈ ചെറുപ്പക്കാരന്റെ കയ്യിലുണ്ട്. പിന്നെ ആ ചെറുപ്പക്കാരന്റെ പിന്നെ എന്താ കയ്യിലുള്ള വീഡിയോസ് അവൻ പുറത്ത് കാണിക്കും, അവളുടെ ജീവിതം തകർക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആ പെൺകുട്ടിക്ക് നിവൃത്തിയില്ലാതെ കൊലപാതകം നടത്തിയതെന്നാണ് പറയുന്നത്. നിമിഷപ്രിയ ചെയ്ത അതേ കാര്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഗ്രീഷ്മയും ചെയ്തത്. എന്നാ പിന്നെ ഗ്രീഷ്മയ്ക്ക് വേണ്ടി ഇവർ വാദിക്കണം. ഗ്രീഷ്മയ്ക്ക് വേണ്ടി പിന്നെ ഗ്രീഷ്മയെ പുറത്തിറക്കാനായിട്ടൊരു ഒരു വളരെ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയാണ്. അവളും നമ്മുടെ സഹോദരിയാണ്. അവളെ പുറത്തിറക്കാനുള്ള ഇപ്പോ നിമിഷപ്രിയ പുറത്ത് വരണ്ട എന്നല്ല നമ്മൾ പറയുന്നത്, പുറത്ത് വരണം. നിമിഷപ്രിയ തെറ്റ് ചെയ്തോ ഇല്ലയോ അതൊക്കെ പിന്നീടുള്ള കാര്യം. അവരെ കാത്തിരിക്കുന്ന ഒരു മകളുണ്ട്, വർഷങ്ങളായി അവരുടെ ഇതിന്റെ പിന്നാലെ നടക്കുന്ന ഒരു അമ്മയുണ്ട്. ഇതൊക്കെ നമ്മൾ പരിഗണിക്കുന്നുണ്ട്, പുറത്തു വരണം. പക്ഷേ കൊലപാതകം നിസാര കാര്യമല്ല. 8 വർഷം കൊണ്ട് പിന്നെ അവർ അനുഭവിച്ച വേദനയും അവർ അനുഭവിച്ച ഈ വധശിക്ഷ വിധിക്കപ്പെട്ട ഒരാൾ ജയിലിൽ കിടന്ന് അനുഭവിക്കുന്ന മാനസിക സംഘർഷവും ഒക്കെ ആ കൊലപാതകത്തെ അങ്ങ് മാച്ചു കളയുമെന്നൊക്കെയുള്ള വലിയ വാദങ്ങൾ കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ ഇതൊക്കെ തലാലിന്റെ കുടുംബം കാണുന്നുണ്ട്. അതുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ പ്രചരിപ്പിക്കരുത്. കാരണം അവരുടെ കുടുംബം ഇതൊക്കെ തർജ്ജിമ ചെയ്ത് കാണുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ശരിയാണ്. പക്ഷെ അവരുടെ ഭാഗത്തു നിന്നുകൂടി ചിന്തിക്കണം. അത് യമനിൽ കിടക്കുന്ന നമ്മുടെ രാജ്യത്തല്ലാത്ത നമുക്കുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കുടുംബമായിരിക്കാം. പക്ഷെ അതൊരു മനുഷ്യ ജീവനാണ്. അവർക്ക് നമ്മളെ ഒരു കത്തി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ പോറുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വേദന എടുക്കുന്നത് അതുപോലെ തന്നെയാണ് അവർക്കും വേദന എടുക്കുന്നത്. അല്ല, ഇവിടെ ഇപ്പോ ഈ കാന്തപുരത്തിന്റെ ഇടപെടലിനെ കുറിച്ചും ചില ആരോപണങ്ങൾ വരുന്നുണ്ട്. കാന്തപുരം ഈ നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെട്ടത് പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണെന്ന് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി അവിടെ പ്രവർത്തിക്കുന്ന ഒരാൾ ആരോപിക്കുന്നു. സാമുവൽ ജെറോമോ അങ്ങനെ എന്തോണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറയുന്നത് ഞായറാഴ്ച തന്നെ അവർ ഇത് അറിഞ്ഞു. ഈ നീട്ടിവെക്കുന്ന കാര്യം, ഈ വധശിക്ഷ നീട്ടിവെക്കുന്നു എന്നുള്ള കാര്യം ഞായറാഴ്ച തന്നെ അറിഞ്ഞു. കേന്ദ്ര സർക്കാരിന് നേരിട്ട് ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ ഈ ഡിപ്ലോമാറ്റിക് വഴിയൊക്കെ അവർ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഒരു ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായത്. ഇത് അറിഞ്ഞതിന് ശേഷമാണ് പലരും ഇതിലേക്ക് ഇടപെട്ടത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോ നിമിഷപ്രിയ രക്ഷപ്പെട്ട് വരട്ടെ. തീർച്ചയായിട്ടും അവരോടൊപ്പം തന്നെയാണ് നമ്മളും ഉള്ളത്, അവരുടെ കുടുംബത്തോടൊപ്പം തന്നെയാണ് നമ്മളുള്ളത്. പക്ഷെ ഓരോരുത്തർക്ക് പറയാനുള്ള അവകാശമുണ്ട്. അത് ആര് പറഞ്ഞാലും സന്ദീപ് വാര്യർ അല്ല, നമ്മുടെ ശ്രീജിത്ത് പണിക്കർ അടക്കം അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അവർ പറഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള മനസ്സുകൂടി എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളതാണ്. അല്ലാതെ ഒരു കണ്ണുകൊണ്ട് മാത്രം നമ്മൾ കാര്യങ്ങളെ കാണരുത് എന്ന് മാത്രമേ ഉള്ളൂ.